ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഇന്ന് നമ്മൾ 87ാമത്തെ ദശകത്തിലാണ് എത്തിയിരിക്കുന്നത്. കുചേലവൃത്തം വളരെ പ്രസിദ്ധമായിട്ടുള്ള കഥ, വളരെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണ്. നമുക്കതൊന്ന് പാരായണം ചെയ്യാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ദശകം 87, കുചേലവൃത്തം. കുചേലനാമാസ് ഭവതഃ സതീർത്ഥ്യധാം ഗതഃ സാന്ദീപനി മന്ദിരേ ദ്വിജ ത്വദേകരാഗേണ ധനാദിനിസ്പൃഹോ ദിനാനി നിന്നെ പ്രശമീ ഗ്രഹാശ്രമീ സമാനശീലാഭി തദീയവല്ലഭ തഥൈവ നോ ചിത്തജയം സമേയുഷി കദാചിദൂചേ പദവൃത്തിലബ്ധയേ രമാപതി കിം ന സഖാ നിഷേവ്യത്തെ ഇതീരിതോയം പ്രിയയാ ക്ഷുധാർത്തയാ ജുഗുപ്സമാനോ വിധനേ മദാവഹേ തദാ ത്വദാലോകന കൗതുകാദ്യയൗ വഹൻ പടാന്തേ പ്രധുകാനുപായനം ഗതോയമാശ്ചര്യമയീം ഭവത്പുരീം ഗൃഹേഷു ശൈവ്യാഭവനം സമേയിവാൻ പ്രവിശ്യ വൈകുണ്ഠമിവാപനിർവൃതിം തവാദി സംഭാവനയാതു കിം പുനഃ പ്രപൂജിതം തം പ്രിയയായ വീചിതം പരേ ഗ്രഹീത്വാ കഥയ പുരാകൃതം യദിന്ധനാർത്ഥം ഗുരുതാരചോദിതൈരപത്തു വർഷം തതമർഷികാനനെ ത്രപാജുഷോസ്മാത് പ്രധുകം ബലാദത പ്രഗൃഹ്യ മുഷ്ടൗ സകൃദാശിതേ ത്വയാ കൃതം കൃതം നന്യയതേതി സംഭ്രമാത് രമാകിലോപേത്യ കരം രുരോധത്തെ ഭക്തേഷു ഭക്തേന സമാനിതസ്ത്വയാ പുരീം വസന്നേകനിശാം മഹാസുഖം ബദാപരേദ്യുർദ്രവിണം വിനായയൗ വിചിത്രരൂപസ്തവ ഖല്വനുഗ്രഹ യദി ഹ്യയാജിഷ്യമദസ്യതച്യുതോ വദാമി ഭാര്യാം കിമിതി വൃജന്നസൗ തുദുക്തിലീലാസ്മിതമദ്ദധീ പുനഃ പ്രമാദപശ്യൻ മണിദീപ്രമാലയം കിം മാർഗവിഭ്രംശ ഇതി ഭ്രമൻ ക്ഷണം ഗൃഹം പ്രവിഷ്ട സദദർശ വല്ലഭാം സഖീപരീതാം മണിഹേമഭൂഷിതാം ബുബോധ ത്വത്കരുണാം മഹാദ്ഭുതാം സരത്നശാലാസു വസന്നഭിസ്വയം സമുന്നമദ്ഭക്തിഭരോ മൃതം യയൗ ത്വമേവ മാപൂരിത ഭക്തവാഞ്ചിതോ മരുത്പുരാധീശ ഹരസ്വമേകദാൻ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. ഇവിടെ സുദാമാവ്, കുചേലൻ അങ്ങനെയുള്ള പേരുകളിലൊക്കെ അറിയപ്പെടുന്ന കൃഷ്ണഭക്തനായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ. അദ്ദേഹം ഒരു ഗൃഹസ്ഥാശ്രമിയാണ്. പക്ഷെ ഇവിടെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കൃഷ്ണന്റെ സുഹൃത്താണ് എന്നുള്ളതാണ്. അപ്പൊ സുദാമാവിനെ പറ്റി കൃഷ്ണൻ രുക്മിണിയോടും സത്യഭാമയോടും മറ്റു ഭാര്യമാരോടും ഒക്കെ എപ്പോഴും സംസാരിക്കുന്നത് എൻ്റെ സുഹൃത്തായിട്ടുള്ള സുദാമാവ്, എൻ്റെ സ്വന്തം, അങ്ങനെയാണ്. അപ്പോ ഒരു ഭക്തനെ സംബന്ധിച്ച് ഭഗവാന്റെ ആയിത്തീരുക, അതാണ് ഏറ്റവും വലിയ. എല്ലാവരും ഭക്തരാണ്, എല്ലാവർക്കും ഭക്തിയുണ്ട്, എല്ലാവരും എൻ്റെ ഗുരുവായൂരപ്പ എന്ന് തന്നെയാണ് പറയാ. പക്ഷെ ഗുരുവായൂരപ്പന് നമ്മൾ സ്വന്തമാവുമ്പോഴാണ് അവിടെ പിന്നെ നമുക്കൊന്നും ആവശ്യമില്ല അതില്. അപ്പൊ അതുപോലെയുള്ള ഒരു ആളാണ്. പേരൊന്നും പറഞ്ഞിട്ടില്ല. സുദാമാവ്, കുചേലൻ എന്നൊക്കെ പേരുകൾ ഉണ്ടെങ്കിലും പേരൊന്നും പറയാറില്ല. അപ്പൊ അതും ഒരു ബഹുമാനത്തിന്റെ ലക്ഷണമായിട്ട് വിചാരിക്കാം. സാധാരണ വലിയ പ്രധാനപ്പെട്ട ആളുകളുടെ ഒന്നും പേര് പറയണ്ടല്ലോ. ഇങ്ങനെ എന്താ പറയാ, ലൗകിക ജീവിതത്തിലാണ്, ലൗകികതയിലാണ് എന്റെ പേര് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ഓരോ സംഗതികൾ പറയും. അപ്പൊ ഇവിടെ കുചേലൻ, ചേല
നല്ല ചേലയില്ലാത്ത ആളെന്നോ അല്ലെങ്കിൽ മുഷിഞ്ഞ ചേലയുള്ള ആളെന്നോ അങ്ങനെയൊക്കെയാണ് ഓരോ പേരുകള് അതുകൊണ്ട് അങ്ങനെ ഒരു പേര് വന്നതാണ്. പക്ഷെ സുദാമാവ് അദ്ദേഹത്തിന്റെ സുഹൃത്താണ്. അതുപോലെ സാന്ദീപനി മഹർഷിയുടെ അവിടെ താമസിച്ച് ഗുരുകുല വിദ്യാഭ്യാസം നടത്തുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ആളാണ്. അങ്ങനെ എപ്പോഴും ഭഗവാന് വളരെ ഏറ്റവും മനസ്സിനോട് അടുപ്പുള്ള ഒരു ആളാണ് കുചേലൻ. അപ്പൊ അതിലും കൂടുതൽ ധന്യതയൊന്നും ആവശ്യമില്ല. അപ്പൊ കുചേലനെ പോലെ ധന്യനായിട്ടുള്ള ഒരാളില്ല എന്ന് വിചാരിക്കാം. കാരണം ഭഗവാൻ എപ്പോഴും എന്റെ സുഹൃത്തായിട്ട് പറയുന്ന ഭവത സതീർത്ഥ്യത, ഗുരുവായൂരപ്പനോട് പറയാണ് മേൽപ്പത്തൂര്, ഭഗവാനെ അങ്ങയുടെ സതീർത്ഥ്യനായിട്ടുള്ള, അങ്ങയുടെ കൂടെ പഠിച്ച അല്ലെങ്കിൽ അങ്ങയുടെ സഹപാഠിയായിട്ടുള്ള കുചേലന്റെ കഥയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഒരു കഥ പറയുന്ന അതേ ഇതിലാണല്ലോ ഓരോ ദശകങ്ങളും പറഞ്ഞ് ഭഗവാനെ കേൾപ്പിക്കുന്നത്. അപ്പൊ അവിടെ രാജസൂയത്തിന്റെ കഥ പറഞ്ഞു, അത് കഴിഞ്ഞ് മഹാഭാരത യുദ്ധത്തിന്റെ കഥ പറഞ്ഞു. അങ്ങനെ ഓരോ കഥകളും ഭഗവാനെ പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ കുചേലന്റെ കഥയാണ് നമ്മൾ കേൾക്കുന്നത്. അങ്ങനെ ഒരു ഗൃഹസ്ഥാശ്രമിയായിട്ടുള്ള ഒരാളാണ് സുദാമാവ്, കുചേലൻ. ഉറച്ച ഭക്തിയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ധനം. അതാണ്, മറ്റ് ധനങ്ങളിലൊന്നും ആഗ്രഹമില്ല. പിന്നെ എന്താണ്, ശാന്തശീലനാണ്. അപ്പൊ സാധാരണഗതിയില് ശാന്തശീലത ഉണ്ടാവണമെങ്കില് ധാരാളം പണമുള്ള ആൾക്ക് മനസ്സിന് ശാന്തത ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുപോലെ തന്നെ ഒട്ടും പണമില്ലാത്ത അല്ലെങ്കിൽ ജീവിക്കാൻ വഴിയില്ലാത്ത ഒരാൾക്കും ശാന്തത ഉണ്ടാവില്ല. എന്താ ചെയ്യുക, ഇന്നത്തെ ഭക്ഷണത്തിന് എന്ത് ചെയ്യും, ഇന്നത്തെ ദിവസം നാളത്തെ ദിവസം എങ്ങനെ തീരും, എങ്ങനെയാണ് ചെയ്യുക എന്ന് വിചാരിച്ചിട്ടുള്ള എപ്പോഴും ഒരു അശാന്തി മനസ്സിലുണ്ടാവും. പക്ഷെ ഇവിടെ വളരെ ശാന്തശീലനാണ്. കാരണം എന്താണ്, ഭഗവാനിൽ ഉറച്ച ഭക്തി. മറ്റ് ധനത്തിലൊന്നും അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതാണ് ആ കുചേലൻ ധന്യനാണ് എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയെ പറ്റി പറയുന്നുണ്ട്, സമാനശീലാഭി. അതും വലിയൊരു അനുഗ്രഹമാണ്. ഇപ്പൊ ഭർത്താവ് വിചാരിക്കുന്ന പോലെ അതേ വഴിയിൽ കൂടി ചിന്തിക്കുന്ന, അല്ലെങ്കിൽ രണ്ടുപേരും ഒരുപോലെ ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന ആളുകളാവുമ്പോ ആ ജീവിതം പിന്നെ അവിടെ ധന്യതയിലേക്ക് തന്നെയാണ് എത്തുക. ഒരേ സ്വഭാവമാണ്. ആ ഭഗവാനെ പോലെ തന്നെ, ഭഗവാനെ പോലെ അല്ല, കുചേലനെ പോലെ തന്നെ ശാന്തശീലയായിട്ടുള്ള ഒരു സ്ത്രീയാണ് കുചേല പത്നി. പക്ഷെ കുചേല പത്നി ചിലപ്പോഴൊക്കെ ദേഷ്യവും സങ്കടമൊക്കെ വരാറുണ്ട്. അത് എന്തുകൊണ്ടാണ്? ആ ധനമില്ല എന്നുള്ളത് കൊണ്ടല്ല, ഒരു ഭാര്യയുടെ ധർമ്മം എനിക്ക് അനുഷ്ഠിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്നുള്ളതാണ് വിഷമം. അപ്പൊ ഭർത്താവിനെ നല്ലപോലെ ശുശ്രൂഷിക്കുക, മക്കളെ നല്ലപോലെ ഭക്ഷണവും അവർക്ക് വേണ്ട സൗകര്യങ്ങളും സുഖ സൗകര്യങ്ങളൊക്കെ കൊടുത്ത്, ഒരു അമ്മയാണല്ലോ അതൊക്കെ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ധർമ്മം അനുഷ്ഠിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്നുള്ള വിഷമാണ് അവർക്ക്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഭർത്താവിനോട് പറയാറുണ്ട്, ഇങ്ങനെ ദ്വാരകാധീശൻ അങ്ങയുടെ സുഹൃത്തല്ലേ, അപ്പൊ എപ്പോഴും ഭാര്യയോട് പറഞ്ഞു കൊടുക്കാറുണ്ടാവും, കൃഷ്ണൻ എന്റെ സുഹൃത്താണ്, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണെന്നൊക്കെ ഇങ്ങനെ പലപ്പോഴായിട്ട് പറഞ്ഞിട്ട് ധാരാളമായിട്ട് കേട്ടിട്ടുണ്ട്. പിന്നെ രണ്ടുപേരും ഭക്തരാണ്. അപ്പൊ പറയാണ്, വൃത്തിലബ്ധയെ, നിത്യവൃത്തിക്ക് വേണ്ടത്, അല്ലാതെ ഒരുപാട് ധനം വേണമെന്നൊന്നുമല്ല, എന്തെങ്കിലും ഒരു സഹായം ചെയ്യാതിരിക്കില്ല, സുഹൃത്താണല്ലോ, അപ്പൊ ഒന്ന് പോയി കണ്ടൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, അപ്പോഴൊന്നും ഇദ്ദേഹം അതിന് തയ്യാറായിട്ടില്ല. ധനം ചോദിക്കാനോ സഹായം ചോദിക്കാനോ ഒന്നും പോവാൻ പറ്റില്ല എന്നുള്ളത് അതുകൊണ്ടായിരിക്കും. കാരണം അതിലൊന്നും താല്പര്യമില്ല, ഉള്ളതുപോലെ ജീവിച്ചാൽ മതി, എന്തെങ്കിലും കിട്ടിയാൽ അതിൽ സന്തോഷമായിട്ട് ഇരിക്കുക, അങ്ങനെയുള്ളൊരു ജീവിത രീതിയാണ് അദ്ദേഹത്തിന്റെ. അങ്ങനെ ഒരു ദിവസം ഭാര്യയോട് പറഞ്ഞു, നാളെ പുറപ്പെടാം, നാളെ കാലത്ത് ഞാൻ ഭഗവാനെ കാണാൻ പോവാം എന്ന് പറയുകയാണ്. അപ്പൊ എന്തെങ്കിലും കൊണ്ടുപോകണല്ലോ, ഒരു ഉപഹാരം എന്തെങ്കിലും കയ്യിൽ കരുതണം. രാജാവിനെ, അതുപോലെ ചെറിയ കുട്ടികളെ, അതുപോലെ രോഗികളായിട്ടുള്ളവരെ, പിന്നെ ഭഗവാനെ അങ്ങനെ കാണാൻ പോകുമ്പോ എന്തെങ്കിലും നമ്മള് കയ്യിൽ കരുതണല്ലോ. അങ്ങനെ ഒരു ചിട്ടയുണ്ട്. അപ്പൊ എന്താ കൊണ്ടുപോവാ, സുഹൃത്താണ്,
എന്താ കൊണ്ടുപോകാൻ സാധിക്കാം? ഒന്നുമില്ല വീട്ടില്. അപ്പൊ ഭാര്യ എന്താ പറഞ്ഞത്? ഒന്നുമില്ല എന്ന് പറഞ്ഞില്ല ഭാര്യ. എന്ത് കൊണ്ടുപോകാനാ, അവിടെ ഒന്നുമില്ല അങ്ങനെ പറഞ്ഞില്ല. ആ അതും ശ്രമിക്കാമെന്നുള്ളതാണ്. അപ്പൊ അടുത്ത വീടുകളിൽ അപ്പൊ അങ്ങനെ എന്നും പോയിട്ട് ഭിക്ഷ യാചിക്കണമെന്നൊന്നുമില്ല. അപ്പൊ ഭഗവാന് വേണ്ടിയിട്ട് ഭിക്ഷ യാചിക്കാൻ പ്രയാസമില്ല. ഇവിടെ ഗുജറാത്തില് ഒരു സിസ്റ്റം ഉണ്ട്. ചിലപ്പോ ചില ആളുകള് ചില അമ്പലങ്ങളിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് 10 വീടുകളിലെ ഭിക്ഷ, പൈസയുള്ള ആളുകളാണ്, പക്ഷെ ആ പൈസ അത് ഭിക്ഷ യാചിച്ചിട്ട് അങ്ങനെ ആ പൈസ കൊണ്ടുപോകും. അങ്ങനെയുള്ള ഒരു ചിട്ട ഇവിടെ ഉണ്ട്. അപ്പൊ അതുപോലെ ഭഗവാന് വേണ്ടി യാചിക്കാനായിട്ട് ഒരു പ്രയാസമില്ല ആ സാധ്യമായിട്ടുള്ള സ്ത്രീക്ക്. അപ്പൊ ചെന്ന് 2-3 വീടുകളിൽ ചോദിച്ചപ്പോ ഒന്നും കിട്ടിയില്ല. അപ്പൊ പെട്ടെന്ന് ഒരു കഥയിൽ പറയുന്നത്, ഒരാള് വന്നിട്ട് കുറച്ച് അവില് കൊടുത്തു എന്നാണ് ഇവരുടെ കയ്യില്. അപ്പൊ അത് ആരാന്ന് ചോദിച്ചാൽ അത് ഭഗവാൻ തന്നെ ആയിരിക്കും എന്നാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും കുറച്ച് അവിലാണ് കിട്ടിയിട്ടുള്ളത്. അത് കൊടുത്തയക്കാനായിട്ട് പ്രത്യേകം പാക്ക് ചെയ്യാനൊന്നുള്ള സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോ ആ മുണ്ടിന്റെ മേൽമുണ്ടിന്റെ അറ്റത്ത് തന്നെ കെട്ടിയൊക്കെ റെഡിയാക്കി വെച്ചു പിറ്റേ ദിവസം കൊടുത്തയക്കാനായിട്ട്. അങ്ങനെ പോവാണ്. അപ്പൊ എന്താണ്, ഭഗവാനെ കാണാനുള്ള സന്തോഷാണ്. അല്ലാതെ സ്വത്തും മുതലും ചോദിക്കാനോ സഹായം അഭ്യർത്ഥിക്കാനോ ഒന്നും അല്ല കുചേലന്റെ മനസ്സില്. ആലോകന കൗതുക എന്നാണ്, അങ്ങയെ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ആ മുണ്ടിന്റെ തലക്കില് കെട്ടിയ അവിലും കക്ഷത്ത് വെച്ച് പോകുന്നത്. അപ്പൊ നമ്മള് രാമപുരത്ത് വാര്യരുടെ ഇതിൽ പഠിച്ചിട്ടുണ്ടല്ലോ, കക്ഷത്തിൽ കൊണ്ടുപോയി എന്നുള്ളത്. കക്ഷത്തിൽ ഇടുക്കിക്കൊണ്ട്, പിന്നെ മുഖരിതമായ കുട എന്ന് പറഞ്ഞാൽ പൊളിഞ്ഞ ഓലക്കുട, ഇതൊക്കെ ആയിട്ട് പോയി എന്നുള്ള അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ആ യാത്രയുടെ ക്ഷീണമൊന്നും അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവില്ല. കാരണം എന്താണ്, ഇത് മാത്രാണ് മനസ്സില്. പണ്ട് അക്രൂരര് അമ്പാടിയിലേക്ക് പുറപ്പെട്ട പോലെ അക്രൂരന്റെ മനോരഥം അക്രൂരന്റെ രഥത്തിനേക്കാൾ മുന്നിൽ യാത്ര ചെയ്തു എന്ന് പറയുന്നുണ്ടല്ലോ. അതുപോലെ ഇവിടെ കുചേലൻ ആ മനസ്സിലെ മുഴുക്കെ ഇത്രയും കാലമായിട്ട് കാണാൻ ആഗ്രഹിച്ച് ഉള്ള എന്റെ സതീർത്ഥ്യനെ, എന്റെ കൂട്ടുകാരനെ കാണാൻ പോവാണ് എന്നുള്ള സന്തോഷത്തിലാണ് അദ്ദേഹം ആ യാത്ര പോയത്. കാൽനടയായിട്ടാണല്ലോ പോകുന്നത്. അങ്ങനെ അവിടെ ചെന്നു കഴിഞ്ഞപ്പോ എന്താ പറയാ, ദ്വാരകയിൽ എത്തിയപ്പോഴത്തെ സ്ഥിതി എന്തായിരിക്കും? സാക്ഷാൽ വൈകുണ്ഠത്തിലെത്തിയ പോലെയാണല്ലോ. അപ്പൊ ഈ കൃഷ്ണന്റെ ബ്രാഹ്മണരോടുള്ള സ്നേഹം, അത് നമ്മൾ ആ രാജസൂയ യാഗത്തിൽ കണ്ടിട്ടുണ്ട്. അവിടെ ബ്രാഹ്മണരെ കാൽ കഴുകിച്ച് അവരെ സ്വീകരിക്കുന്നതൊക്കെ ഏറ്റെടുത്തത് ഭഗവാനായിരുന്നു. അപ്പൊ ഈ രാജസൂയ യാഗം നടക്കുന്ന സമയത്ത് അവിടെ ഒരു മണിയുണ്ട് അത്രേ. ഇന്നാളെ അടുത്തൊരു കഥയിൽ വായിച്ചതാണ്. ഒരു മണിയുണ്ട്, ആ മണി അടിക്കും. 20,000 ബ്രാഹ്മണര് ഊണ് കഴിച്ചാൽ അവിടെ ഒരു മണി അടിക്കത്രേ. അപ്പോ ഈ രാജസൂയത്തില് അവിടെ ഈ സുധാമാവിന്റെ ഉണ്ടെന്നാണ് ആ കഥയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സുധാമാവ് ഊണ് കഴിച്ചപ്പോ കൃഷ്ണൻ ഇങ്ങനെ മണി നിർത്താണ്ട് അടിച്ചു എന്നാണ്. അപ്പൊ യുധിഷ്ഠിരൻ ചോദിച്ചു, ഇത്ര എന്താ കൃഷ്ണ ഇത്ര ഇങ്ങനെ അടിക്കണത്? അപ്പൊ എന്താ വെച്ചാൽ സന്തോഷം. അപ്പൊ അത്രയ്ക്കും ആ ബ്രാഹ്മണരോട് മനസ്സിൽ ഭക്തി നിറഞ്ഞിട്ടുള്ള, ആ ബ്രഹ്മത്തിലേക്ക് ചരിക്കുന്ന അവരെ കണ്ടാൽ ഭഗവാന്റെ സന്തോഷം അത് നമുക്ക് വർണ്ണിക്കാൻ സാധിക്കില്ല. അങ്ങനെ ആ ദ്വാരകയിൽ എത്തിക്കഴിഞ്ഞപ്പോ സാക്ഷാൽ വൈകുണ്ഠത്തിലെത്തിയ പ്രതീതിയാണല്ലോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ എന്താണ്, എവിടേക്കാണ് പോകേണ്ടതെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. കാരണം എല്ലാം മണിമന്ദിരങ്ങളാണ് അവിടെ കാണുന്നത്. എല്ലാവരും കാണുന്നവരൊക്കെ ഒരുപോലെ ആയിരിക്കും അവിടെ കാണുന്നതൊക്കെ. അവസാനം ധാരാളം പത്നിഗ്രഹങ്ങൾ ഉണ്ടല്ലോ, 16,008 ഗ്രഹങ്ങളുണ്ട്. അതില് ഒരു ഗ്രഹത്തിലേക്ക് പ്രവേശിച്ചു. അപ്പൊ ഭഗവാനെ കണ്ടപ്പോ കുചേലനെ കണ്ടപ്പോ ഭഗവാൻ അവിടുന്ന് ഇറങ്ങി വന്നു, സ്വീകരിച്ചു എന്നുള്ളതൊക്കെ നമ്മള് ചെറിയ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. ആ പദ്യം ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആ അത്ഭുത കാഴ്ചകളൊക്കെ കണ്ട് ആ ദ്വാരകാപുരിയിലെത്തി കുചേലൻ അവിടെ ശൈബ്യ ഗ്രഹത്തിലെത്തി എന്നാണ്. ശൈബ്യ എന്നുള്ളതിന് മിത്രവിന്ദയുടെ വേറൊരു പേരാണ് ശൈബ്യ എന്നുള്ളത്. ഏതായാലും അവിടെ പ്രവേശിച്ചു. പിന്നെ അവിടെ സൽക്കാരങ്ങളാണ്. ഭഗവാൻ അവിടെ
സപ്രമഞ്ചത്തിൽ കാൽ കഴുകിച്ചു. കാൽ കഴുകിച്ചപ്പോ രുക്മിണി ദേവി അവിടെ എത്തി. അപ്പൊ ഭഗവാൻ ഇങ്ങനെ ആരെയും ചെയ്യുന്നത് കണ്ടിട്ടില്ലല്ലോ അധികം. അപ്പൊ അതുകൊണ്ട് തന്നെ വേഗം വിശറി എടുത്ത് വീശി കൊടുത്തു എന്നാണ്. പിന്നെ ആ കൽ കഴുകിച്ച ആ ജലം എടുത്ത് എല്ലാവർക്കും തെളിച്ചു. കാരണം അത് പുണ്യതീർത്ഥമാണ്, ഭക്തന്റെ കാൽ കഴുകിച്ച ജലമാണ്, ഭഗവാൻ സ്വയം ചെയ്തതാണ്. അങ്ങനെ വളരെ സന്തോഷപൂർവം ആ സതീർത്ഥ്യനെ സ്വീകരിച്ചു. അടുത്ത് ഇരുത്തി സൽക്കാരങ്ങളൊക്കെ ചെയ്തു, കുശല പ്രശ്നങ്ങളൊക്കെ ചെയ്യാണ്. അപ്പോ ഭഗവാൻ ഓരോ കഥകള് മുൻപ് സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തില് പഠിക്കുന്ന സമയത്ത്, അവിടെ ഗുരുകുല വിദ്യാഭ്യാസത്തിന്റെ സമയത്ത് ഉണ്ടായ കഥകളൊക്കെ ചോദിക്കുകയാണ്. ഓർമ്മയുണ്ടോ, അന്ന് നമ്മള് ഗുരു വീട്ടിലുണ്ടായിരുന്നില്ല, ആ സമയത്ത് ഗുരുപത്നി കത്തിക്കാൻ വിറകൊക്കെ കഴിഞ്ഞു. അപ്പൊ കുറച്ച് വിറക് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് നമ്മളെ പറഞ്ഞയച്ചതൊക്കെ ഓർമ്മയുണ്ടോ? എന്നിട്ട് മഴ വന്നപ്പോ നമ്മൾ കാട്ടിലകപ്പെട്ടു, തിരിച്ചു പോരാൻ സാധിച്ചില്ല. അപ്പൊ പിറ്റേ ദിവസം കാലത്ത് ഗുരു നമ്മളെ രണ്ടുപേരെ അന്വേഷിച്ച് വനത്തിലേക്ക് വന്നു. അപ്പൊ നമ്മളെ കണ്ടപ്പോ ഗുരുവിനും സങ്കടമായി. കാരണം ഈ കുട്ടികളെ എങ്ങനെ പറഞ്ഞയച്ചല്ലോ, അവരെത്ര കഷ്ടപ്പെട്ടുല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അന്ന് ഗുരു രണ്ടുപേരെയും അനുഗ്രഹിച്ചു എന്നാണ്. ഏത് സാഹചര്യത്തിലും ശാന്തി ഉണ്ടാവും മനസ്സിലെന്ന്. അതിപ്പോ ഇവിടെ നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. ഭഗവാൻ എല്ലാ തരത്തിലും ഏറ്റവും ഉയരത്തിലിരിക്കുന്ന ആളാണ്, പക്ഷെ അദ്ദേഹത്തിനും എപ്പോഴും ശാന്തമാണ്, അല്ലെ? അതുപോലെ ഇവിടെ കുചേലന്റെ സ്ഥിതി എന്താണ്? ഏറ്റവും താഴ്ന്ന അവസ്ഥയിലാണ്. പക്ഷെ അവിടെയും മനസ്സില് ശാന്തിയാണ്. അപ്പൊ ആ ഗുരുവിന്റെ അനുഗ്രഹം തന്നെ ആവണം അത്, ഒരു സംശയമില്ല അതില്. അപ്പൊ അതൊക്കെ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തി, ഗുരു നമ്മളെ അനുഗ്രഹിച്ചത് ഓർമ്മയില്ലേ എന്നൊക്കെ പറയാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അപ്പോഴും കൊടുക്കണില്ല, ഈ അവില് കൊണ്ടുവന്നിട്ട് ആ അവിൽപ്പൊതി കൊടുക്കണില്ല. അപ്പൊ ഭഗവാൻ അറിയാലോ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് കയ്യിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ ചോദിച്ചു, എനിക്ക് എന്താ കൊണ്ടുവന്നിട്ടുള്ളത്, എനിക്ക് എന്താണ് ഗുരുപത്നി എന്താണ് കൊടുത്തയച്ചിട്ട്, കുചേല പത്നി എന്താ കൊടുത്തയച്ചിട്ടുള്ളത് എന്നുള്ള പോലെ. കാരണം അങ്ങനെ എന്തെങ്കിലും കയ്യിൽ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പുണ്ട്. അങ്ങനെ വന്ന് ആ പൊതി വാങ്ങിച്ച് അതിൽ നിന്ന് ഒരു പിടി അവില് ഭക്ഷിച്ചു എന്നാണ്. അപ്പൊ അവിടെ ഒരു പിടി ഭക്ഷിച്ചപ്പോ തന്നെ സർവ ഐശ്വര്യങ്ങളും ആ കുചേല ബ്രാഹ്മണന് കൊടുത്തു കഴിഞ്ഞു ഭഗവാൻ. അപ്പൊ ഭഗവാൻ എപ്പോഴും ഭഗവാൻ അനുഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഭഗവാന്റെ കയ്യിൽ നിന്ന് മോക്ഷം ലഭിക്കുന്നത് എപ്പോഴും മരണത്തോടു കൂടിയാണ്. ഇതുവരെ എല്ലാ അവതാരങ്ങളിലും ഭഗവാന്റെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ ഈ കൃഷ്ണാവതാരത്തിൽ തന്നെ അപ്പോ ഇങ്ങനെ അനുഗ്രഹിക്കുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. ആ വിപ്രപത്നിമാരെ ഇതുപോലെ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്ത് അവരെ അനുഗ്രഹിച്ചു എന്നുള്ള കഥ നമുക്കറിയാം. അപ്പൊ ഇവിടെ അതുപോലെയാണ്. ഇപ്പൊ ഈ അവിലാണ് എടുത്ത് ഭക്ഷിച്ചത്, അതുകൊണ്ട് തന്നെ മുഴുവൻ അനുഗ്രഹമാണ് ഭഗവാൻ കൊടുത്തത് ആ ബ്രാഹ്മണന്. അത് കഴിഞ്ഞ് അപ്പൊ രണ്ടാമത്തെ പിടി വാരി കഴിക്കാനെടുത്തപ്പോ രുക്മിണി ദേവി തടഞ്ഞു എന്നാണ്. അതിന്റെ കാരണം രുക്മിണിക്കും കൃഷ്ണനും കൃത്യമായിട്ട് അറിയാം എന്തുകൊണ്ടാന്നുള്ളത്. അല്ലാതെ എന്നെ ദാസിയാക്കും അങ്ങനത്തെ കഥകളൊക്കെ ഉണ്ട്. അത് അവിടേക്കൊന്നും നമുക്ക് പോണ്ട. എന്തായാലും അത് അവർക്ക് രണ്ടുപേർക്കും കൃത്യമായിട്ട് അറിയാം എന്തുകൊണ്ടാണ് ആ കൈ തടഞ്ഞത് എന്നുള്ളത്. അങ്ങനെ അതുകൊണ്ട് തന്നെ സർവസമ്പത്തുകളും സർവ ഐശ്വര്യങ്ങളും ആ ബ്രാഹ്മണനെ കൊടുത്തു കഴിഞ്ഞു ഭഗവാൻ. പിന്നീട് പിറ്റേ ദിവസം അവിടെ സുഖമായിട്ട് സന്തോഷമായിട്ട് വളരെ ആനന്ദത്തോടുകൂടി കൃഷ്ണന്റെ സാമീപ്യത്തില് അവിടെ ആ രാത്രി കഴിച്ചുകൂട്ടി വളരെ ധന്യനായി എല്ലാ വിധത്തിലും ആനന്ദം അനുഭവിക്കുകയാണ്. മനസ്സ് നിറഞ്ഞു. കൃഷ്ണനെ കാണണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ഉണ്ടായിരുന്നത്. അത് അദ്ദേഹം വിചാരിച്ചതിനേക്കാളും വളരെ ഭംഗിയായിട്ട് ആ ഒരു കൂടിക്കാഴ്ച അവിടെ സംഭവിച്ചു. അപ്പൊ ആ സന്തോഷത്തില് അന്ന് രാത്രി അവിടെ ഉറങ്ങി. പിറ്റേ ദിവസം പോരുമ്പോ നമ്മൾ കാണുമ്പോ എന്താണ്, വെറും കൈയോടെയാണ് കുചേലൻ മടങ്ങുന്നത്. ഒന്നും ചോദിച്ചുമില്ല, ഒന്നും കൊടുത്തുമില്ല എന്നുള്ള പോലെയാണ്. അങ്ങനെ തിരിച്ച് അവിടുന്ന് പോരുമ്പോ ചിലപ്പോ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും, എന്നോട്
ഭാര്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും സഹായം അഭ്യർത്ഥിക്കണമെന്ന്. ഞാൻ ഒന്നും ചോദിച്ചില്ല, പിന്നെ ഒന്നും പറഞ്ഞുമില്ല, അതിനെപ്പറ്റി ഒന്നും സംസാരം ഉണ്ടായില്ല എന്ന് വിചാരിച്ചതിൽ അപ്പൊ അങ്ങനെ ചെറിയൊരു പശ്ചാത്താപം ഉള്ളിൽ തോന്നിയിട്ടുണ്ടാവും. ഭാര്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികളുടെ ദാരിദ്ര്യമില്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ്, അല്ലാതെ ഇപ്പൊ വലിയ വേറെ ഇതിനൊന്നും വേണ്ടിയിട്ടുള്ളതല്ല, നിത്യവൃത്തിക്ക് വേണ്ടി എന്തെങ്കിലും ചോദിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതും ചോദിച്ചില്ലല്ലോ. ഭഗവാന്റെ പെരുമാറ്റവും അതും ആ സന്തോഷത്തില് അതൊന്നും ഓർത്തില്ല, അതിനെപ്പറ്റി ചോദിക്കാനേ തോന്നിയില്ല. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ കൃഷ്ണൻ തരുമായിരുന്നു എന്ന് മനസ്സിൽ തോന്നുന്നുണ്ട്. ഇനി അവിടെ ചെന്ന് ഭാര്യയോട് എന്താ പറയാ അതും തോന്നുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ ആലോചിച്ച് വീണ്ടും അവിടെ കഴിഞ്ഞുകൂടിയ ആ നിമിഷങ്ങൾ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചിട്ട് അവിടെ കുചേലന്റെ ഗ്രഹത്തിന് മുന്നിൽ എത്താണ്. അവിടെ അപ്പൊ കാണുന്നത് എന്താണ്? കുചേലൻ പോയപ്പോൾ ഉള്ള വീടല്ല കാണുന്നത്. അവിടെ കാണുന്നത് വലിയൊരു മണിമന്ദിരമാണ് അവിടെ കാണുന്നത്. അപ്പൊ കുചേലൻ വിചാരിക്കാണ്, ഞാൻ വീണ്ടും ദ്വാരകയിൽ തിരിച്ചെത്തിയോ, അതെനിക്ക് മാർഗഭ്രംശം ഉണ്ടായോ, വഴി തെറ്റിയോ? കാരണം അതുപോലെയാണ് തോന്നിയത് അവിടെ എത്തിയപ്പോ. അപ്പൊ ആ സമയത്ത് ഭാര്യ അവിടുന്ന് ഇറങ്ങി വന്ന് സ്വീകരിക്കുകയാണ് ഭർത്താവിനെ. അപ്പൊ തോഴിമാരും ഒക്കെ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു തോഴിമാരുടെ മധ്യത്തില് പൊന്നും പട്ടും ഒക്കെ അണിഞ്ഞിട്ടുള്ള ആ കുചേല പത്നിയാണ് കുചേലൻ കാണുന്നത്. അപ്പൊ ഇതെന്താണ് എന്ന് മനസ്സിലാവണില്ല. അപ്പൊ മേൽപ്പത്തൂര് ഇവിടെ പറയാണ്, വിചിത്ര രൂപസ്തവ ഖല്ലു അനുഗ്രഹം. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ അനുഗ്രഹം ഏത് വിധത്തിലാണ് എന്ന് ആർക്കും, അങ്ങയുടെ അനുഗ്രഹം ഏത് വിധത്തിലാണ് ലഭിക്കുക എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. നമ്മള് ആ മധുരാപുരി പ്രവേശത്തില് ഓരോരുത്തർക്ക് അനുഗ്രഹം കൊടുത്തിട്ടുണ്ടായിരുന്നു. നെയ്ത്തുകാരന്, അതുപോലെ ഒരു മാലക്കാരന്, അതുപോലെ കുബ്ജയ്ക്ക് ഒക്കെ അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെയും മേൽപ്പത്തൂര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ ജീവാത്മാക്കൾക്കും ലഭിക്കുന്ന അനുഗ്രഹം ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ല. ഭഗവാന്റെ അനുഗ്രഹം അത് ഓരോരുത്തർക്ക് അർഹിക്കുന്ന വിധത്തിലുള്ള അനുഗ്രഹമാണ്, അല്ലാതെ നമുക്ക് ആർക്കും അത് പ്രവചിക്കാൻ സാധിക്കില്ല. അപ്പൊ പലതരത്തിലാണ്. വിചിത്ര രൂപസ്തവ ഖല്ലു അനുഗ്രഹ എന്നാണ്. അപ്പൊ ഇവിടെ വന്നപ്പോ ആ ഒരു മണിമയ ഗ്രഹത്തിന്റെ മുന്നിലാണ് എത്തിയത്. അപ്പൊ ഭാര്യ എല്ലാ ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞ് അതിസുന്ദരിയായിട്ടുള്ള തോഴികളൊക്കെ ചുറ്റും നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് കാണുന്നത്. അപ്പോഴും കുചേലന് വേറെ പ്രയാസങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞാൽ, എനിക്ക് ഇങ്ങനെയൊക്കെ ആയി അല്ലേ എന്നൊന്നും തോന്നുന്നില്ല. അപ്പോഴും മനസ്സിലെ മുഴുവൻ ഭക്തി തന്നെയാണ്, വേറെ ഒന്നും ആവശ്യമില്ല. ഭക്തിക്ക് മേൽ ഭക്തി, അത്ര മാത്രമേ ആവശ്യമുള്ളൂ. അപ്പൊ പറയാണ്, വേറെ ഒന്നും വേണ്ട, അല്ലയോ ഗുരുവായൂരപ്പ, എനിക്ക് ഭക്തി മാത്രം മതി, അങ്ങക്ക് കൂടുതൽ കൂടുതൽ ഭക്തി. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെ ഏതെങ്കിലും വിധത്തിലുള്ള ഉന്നതി ജീവിതത്തിൽ ഉണ്ടാവുമ്പോ നമ്മള് കൂടുതൽ കൂടുതൽ ആ ഭക്തിഭാവം നമ്മളിൽ നിറയണം എന്നാണ്. ഇപ്പൊ നമ്മള് എന്തെങ്കിലും ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുക, അല്ലെങ്കിൽ ഒരു രോഗാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുക, അങ്ങനെയൊക്കെ വരുമ്പോ അതിന്റെ അർത്ഥം എന്താണ്? ഭഗവാന്റെ അനുഗ്രഹം ആണ് അവിടെ നമുക്ക് നേരിട്ട് അനുഭവപ്പെടുന്നത്. അപ്പോ നമ്മള് എനിക്ക് നല്ല ട്രീറ്റ്മെന്റ് കിട്ടിയത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അങ്ങനെയല്ല. അപ്പൊ ഭഗവാൻ കൂടുതൽ കൂടുതൽ ആ ഭക്തിഭാവത്തിലേക്ക് നമ്മുടെ മനസ്സ് മുഴുകണം. അത് തന്നെ. അപ്പൊ ഇവിടെ കുചേലന്റെ ഉദാഹരണം അതാണ്. അപ്പൊ കുചേലനെ പോലെ എപ്പോഴും ആ ഭക്തിഭാവം മനസ്സിൽ നിറയണേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് നമുക്ക് ഈ കഥയിൽ കൂടിയൊക്കെ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ കുചേലൻ ധന്യനായി ധനവാനായി എന്നുള്ളത് അത് കുചേലന് കിട്ടിയ അനുഗ്രഹം. പക്ഷെ എന്നിട്ടും കുചേലന് അവിടെ ഒരു ധനത്തിന് ആഗ്രഹമോ അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടായ ഒരു എന്താ പറയാ അഹങ്കാരോ ഒന്നും ഉണ്ടായിട്ടില്ല. വീണ്ടും പ്രാർത്ഥിക്കുന്നത്, അല്ലയോ ഭഗവാനെ, എന്നെ കൂടുതൽ ഭക്തനാക്കണേ എന്ന് മാത്രമാണ് ആ ബ്രാഹ്മണൻ പ്രാർത്ഥിച്ചത്. നമുക്കും അതുപോലെ തന്നെ പ്രാർത്ഥിക്കാം. പിന്നെ കൃഷ്ണന്റെ സുഹൃത്തായിട്ട് അതുപോലെ അങ്ങ് ഭഗവാന്റെ സുഹൃത്താക്കണേ എന്നും കൂടി നമുക്ക് പ്രാർത്ഥിക്കാം, കുചേലനെ പോലെ തന്നെ. അങ്ങനെ ഈ ദശകം
87ാമത്തെ ദശകം കുചേലവൃത്തം എന്നുള്ള ഈ ദശകം നമുക്ക് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ഭക്തി ആദരപൂർവ്വം സമർപ്പിക്കാം. ഹരി ഓം.